നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. ലോൺ എടുത്തു പഠിച്ചു, കിടപ്പാടം ബാങ്ക് എടുത്തു. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയതിന്റെ പേരിൽ രക്ഷിതാക്കൾക്ക് കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് INPA സംസ്ഥാന പ്രസിഡന്റ് S. മിനി. സവിശേഷ കഴിവുകളുള്ളവർക്കായി പരിമിതിയെ അതിജീവിച്ചവർ ഒത്തുകൂടി സാമൂഹ്യനീതി വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചക്കുളത്തുകാവ് പൊങ്കാല ഈ മാസം 5-ന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വിശദമായ വാർത്തകൾ. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയതിന്റെ പേരിൽ ഒരു രക്ഷകർത്താവിനും സ്വന്തം കിടപ്പാടവും വരുമാനവും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് ഇന്ത്യൻ നഴ്സസ് പേരന്റ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി S. മിനി. വിദ്യാഭ്യാസ വായ്പാ ബാധ്യത സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട INPA സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി കുട്ടനാട് താലൂക്ക് ഓഫീസ് പടിക്കൽ നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ലേബർ ഡിപ്പാർട്ട്മെന്റ് നടന്ന വിരുന്നുകൾ നോക്കുന്നില്ല. സ്വകാര്യ ആശുപത്രികൾ എന്തുതരം ചൂഷണമാണ് നടക്കുന്നതെന്ന് തിരിഞ്ഞു നോക്കാൻ ഇവിടെ സർക്കാർ സംവിധാനങ്ങളില്ല. അങ്ങനെ 2500 രൂപയ്ക്ക് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എക്സ്മാർ മാസം 15,000 രൂപ വായ്പ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്ത് മാജിക്കാണ് നമുക്ക് കാണിക്കാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് വായ്പ എടുത്തത്? ഇവിടെ നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ കുട്ടികളെ നൈസാക്കിയാൽ, നിങ്ങളുടെ കുട്ടികളെ എഞ്ചിനീയറാക്കിയാൽ, മറ്റെന്തെങ്കിലുമൊക്കെ ആക്കിയാൽ വലിയ തുകകൾ കിട്ടുന്ന ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന വിദേശ തൊഴിൽ വിപണികൾ സാധ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വായ്പ കെണിയിട്ടത്. പക്ഷെ നമുക്കറിയാം, റവന്യൂ സ്ഥാനം എന്ന് പറയുന്ന പെൺകുട്ടി 2000-ാം ആണ്ടിൽ 14 വർഷങ്ങൾക്ക് മുമ്പ് മിടുക്കിയായ പെൺകുട്ടി അച്ഛനൊരു അലക്കുകാരന്റെ മകൾക്ക് നന്നായി പഠിക്കണമെന്നുള്ളതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ബാങ്കിനെ ആശ്രയിച്ചു. അപ്പോൾ ബാങ്ക് പറഞ്ഞു, ഈ നിലയ്ക്ക് സ്ഥലം വേണം, തിരിച്ചടയ്ക്കാനുള്ള ശേഷി കുടുംബാംഗങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ പണം കൊടുക്കുകയെന്ന് പറഞ്ഞപ്പോഴാണ് റവന്യൂ സ്ഥാനത്തിൽ കേരളത്തിൽ ആത്മഹത്യയുടെ ലോകരീയമല്ല. വിദ്യാഭ്യാസ വായ്പയെടുത്ത് പഠനം പൂർത്തിയായവർക്ക് സ്ഥിരമായൊരു തൊഴിലോ വരുമാനമോ ലഭിക്കുന്നില്ല. അതിനാൽ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളും അരക്ഷിതാവസ്ഥയിലാണ്. കടക്കണിയിൽപ്പെട്ട ഇവരുടെ പലിശ ഇളവിനായി 2 പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കി. എന്നാൽ ബാങ്കുകളും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് പദ്ധതി അട്ടിമറിച്ചു. അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസ വായ്പ എടുത്ത കുടുംബങ്ങൾ ജപ്തിയും കോടതി കേസിലും ബാങ്കുകളുടെ വക്കീൽ നോട്ടീസിലും ഭയന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. കള്ളക്കണക്കുണ്ടാക്കി അതുപ്രകാരമുള്ള തുകയോ കിടപ്പാടങ്ങളോ തട്ടിയെടുക്കാനാണ് ബാങ്കുകൾ റവന്യൂ റിക്കവറി നടത്തണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഇത് അനുവദിക്കാനാവില്ലെന്നും S. മിനി പറഞ്ഞു. മങ്കൊമ്പ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണയിൽ INPA ജില്ലാ പ്രസിഡന്റ് നന്ദനൻ വലിയ പറമ്പിൽ അധ്യക്ഷനായി. സെക്രട്ടറി KJ ഷീല, അഡ്വക്കേറ്റ് MA ബിന്ദു, തോമസ് റോസ് ഭവൻ, സുധാകരൻ നീലംപേരൂർ, PR സതീശൻ, വിശ്വരാജ് നീരേറ്റുപുറം, വിജയകുമാരി കാവാലം, ബിജു സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവരുടെ ദിനാചരണം ആലപ്പുഴയിൽ നടന്നു. സാമൂഹ്യനീതി വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുനിസിപ്പൽ ടൗൺ ഹാളിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ നിർവഹിച്ചു. ശ്രീമതി രാധാമണിയോട് പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുകയാണ്. വകുപ്പിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ വകുപ്പും എനിക്ക് വന്ന അന്ന് മുതൽ ഏറ്റവും എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിലൊക്കെ ഞാൻ എപ്പോഴും കാണുമ്പോൾ പറയുന്നത് എന്തെങ്കിലും ചെയ്യണം. ഇതേപോലെ
ആവശ്യകത ഏറ്റവും നമ്മൾ ഒരു സമൂഹത്തിന് ചെയ്യാവുന്നതെന്ന് പറയുന്ന ആ സമൂഹത്തിലുള്ള VP പ്രഭാത്, AB സാബു ജോർജ്, M രാധാമണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ചക്കുളത്തുകാവ് ദേവി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല വെള്ളിയാഴ്ച നടക്കും. ക്ഷേത്രത്തിന്റെ 70 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. എല്ലാവിധ സംവിധാനങ്ങളും സർക്കാർ, അർദ്ധ സർക്കാർ, സന്നദ്ധ സേനകൾ, അതുപോലെ സാമുദായിക സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, മറ്റിതര സംഘടനകൾ, ട്രസ്റ്റുകൾ തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളും പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ളതായ ഒരുക്കങ്ങളിലോട്ട് അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ വളരെയധികം സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ആനയെഴുന്നള്ളത്ത്, വെടിക്കെട്ട്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടത്തുമായിരുന്നു. ഈ വർഷം ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറുകയാണ്. പൊങ്കാല ദിവസം പുലർച്ചെ ഗണപതി ഹോമം, നിർമാല്യ ദർശനം, വിളിച്ചു ചൊല്ലി പ്രാർത്ഥന എന്നിവ നടക്കും. രാവിലെ 9-ന് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രം ശ്രീകോവിലിൽ നിന്ന് ഭണ്ഡാര അടുപ്പിലേക്ക് ചക്കുളത്തുകാവ് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരും. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് പൂർണ്ണാനന്ദപുരി ഭദ്രദീപ പ്രകാശനം നടത്തും. മാതൃഭൂമി ദിനപത്രം ചെയർമാൻ MP വീരേന്ദ്രകുമാർ പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6-ന് കുട്ടനാടി MLA തോമസ് ചാണ്ടിയുടെ അധ്യക്ഷതയിൽ കൂടുന്ന സാംസ്കാരിക സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സീമ ജാഗരൺ മഞ്ച് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി A ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും. സർക്കാരിന്റെ വിവിധ വകുപ്പുകളും സാമൂഹ്യ രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരും പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിന് നേതൃത്വം നൽകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് KK ഗോപാലകൃഷ്ണൻ നായർ, ഹരിക്കുട്ടൻ നമ്പൂതിരി, അജിത് പിഷാരത്ത് എന്നിവർ പങ്കെടുത്തു. സർവശിക്ഷാ അഭിയാനും BRC വെളിയനാടിന്റെയും ആഭിമുഖ്യത്തിൽ പൂർണിമ സർഗോത്സവ 2014-15 നടന്നു. രാമഗിരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ കുട്ടികളുടെ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ, എല്ലാവരിലും ജന്മസിദ്ധമായി കുടികൊണ്ടിരിക്കുന്ന കുറെ ശേഷികൾ വികസിപ്പിക്കാൻ പറ്റിയ അവസരമായി നമ്മളതിനെ കാണേണ്ടതാണ്. നമ്മളായി അതിലൊരു വേദി കൂടി സൃഷ്ടിക്കപ്പെടുമ്പോൾ അവർക്ക് പ്രോത്സാഹനപരമായ നിലയിലുള്ള സമ്മാനങ്ങളും മറ്റുമൊക്കെ കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവനവന്റെ ജീവസന്ധാരണത്തിന് ആവശ്യമായ നിലയിൽ ഉപയോഗിക്കാൻ അവസരം നൽകി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം. രാമഗിരി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസഫ് ചെക്കോടൻ അധ്യക്ഷത വഹിച്ചു. SSA ആലപ്പുഴ ജില്ലാ പ്രോജക്ട് ഓഫീസർ U സുരേഷ് കുമാർ, ശ്രീദേവി രാധാകൃഷ്ണൻ, V അശോകൻ, TV ഉദയകുമാരി, ഡോക്ടർ ജീവലത, KS അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സർവശിക്ഷാ അഭിയാനും BRC മങ്കൊമ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സവിശേഷ കഴിവുകളുള്ള കുട്ടികൾക്കായി ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. വർണ്ണത്തുമ്പികൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. സവിശേഷ കഴിവുകളുള്ള കുട്ടികളെ ആദരിക്കുന്നതിനും അവരുടെ കഴിവുകളെ പൊതുമധ്യത്തിൽ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് വർണ്ണത്തുമ്പികൾ എന്ന പേരിൽ ക്യാമ്പ് നടത്തിയത്. ചടങ്ങിൽ പരിമിതികളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ സിനി ടീച്ചറെ വിദ്യാർത്ഥികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഞാൻ ഒരുപാട് ഓടി നടന്നതാണ്. പെട്ടെന്ന് ഒരു ദിവസം തളർന്നു വീണത്. അപ്പോഴേ പിന്നെ എനിക്ക് നടക്കാൻ പറ്റിയിട്ടില്ല. ഒരു വർഷം ഞാൻ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു പെരയുടെ അകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോഴെന്റെ അച്ഛനാണ് എന്നെ പിടിച്ച് വലിച്ച് വീണ്ടും പഠിക്കാനും, ഒരുപാട് പഠിക്കണം, ഒരുപാട് ജോലി ചെയ്യണം, നല്ലൊരു ശ്രേണിയിൽ എത്തിച്ചേരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ വലിയ ആഗ്രഹമായിരുന്നു അധ്യാപികയാകണം.
അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അസുഖം വന്നപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ ഇങ്ങനെ നമ്മൾ താഴ്ത്തു കൂട്ടത്തില്ലേ, വീടും നമ്മുടെ ഒരു പെട്ടി, നമ്മുടെ ഒരു നിധികളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പെട്ടി താഴ്ത്തു കൂട്ടി വെച്ചിരിക്കുന്ന പോലത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പോഴേ എന്റെ അച്ഛനാണ് എന്നെ തിരിച്ചറിഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് എന്റെ അച്ഛനാണ്. തുടർന്ന് ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ബിഗ് ക്യാൻവാസ് ചിത്രരചനയും നടന്നു. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. KCV ന്യൂസ്, നെടുമുടി. ദേശീയ മനുഷ്യാവകാശ സമിതി സംസ്ഥാന സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലയിലെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റായി KK ശശിധരൻ പുല്ലങ്ങടിയെയും സെക്രട്ടറിയായി PG രാമകൃഷ്ണൻ പോറ്റി അമ്പലപ്പുഴയെയും ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. പക്ഷിപ്പനിയുടെ 2ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. രോഗം കണ്ടെത്തിയ പ്രദേശത്തെ 1 കിലോമീറ്റർ പരിധിയിലുള്ള വളർത്തുപക്ഷികളെ കൊല്ലുന്നതിനായി 23 സംഘങ്ങളെയാണ് നിയോഗിച്ചിരിക്കുന്നത്. പക്ഷിപ്പനി ബാധ പ്രദേശങ്ങളിലെ താറാവുകളെ പൂർണ്ണമായും കൊന്നു ചുട്ടരിച്ച ശേഷമാണ് 2ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. പക്ഷിപ്പനി ബാധ പ്രദേശങ്ങളായ പുറക്കാട്, കൈനഗിരി, തലവടി, തകഴി, നെടുമുടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് 2ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിരിക്കുന്നത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ പരിധിയിലുള്ള വളർത്തുപക്ഷികളെ പൂർണ്ണമായും നശിപ്പിക്കലാണ് 2ാം ഘട്ടത്തിൽ ചെയ്യുന്നത്. 2ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ അംഗങ്ങളെയും നിയോഗിച്ചിട്ടുണ്ട്. താറാവുകളെ കൊന്ന് സംസ്കരിച്ചിടം, പാടശേഖരങ്ങൾ, തോടുകൾ എന്നീ പ്രദേശങ്ങൾ അണുവിമുക്തമാക്കുന്നതിനുള്ള ചുമതലയാണ് കുടുംബശ്രീ അംഗങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. വളർത്തുപക്ഷികളെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊല്ലുമ്പോൾ അതിനുള്ള നഷ്ടപരിഹാര തുക നൽകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബുധനാഴ്ച മുതൽ ആരംഭിച്ച 2ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 23 അംഗ ടീമിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതാത് പഞ്ചായത്ത് പരിധിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി പഞ്ചായത്ത് മൃഗഡോക്ടർമാരെ നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടാകും.
അതേസമയം പക്ഷിപ്പനി ബാധ വാർത്തകൾ വൈറലായതോടെ രോഗബാധയില്ലാത്ത താറാവ് കർഷകരും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 280-300 രൂപയ്ക്ക് വരെ താറാവുകളെ കച്ചവടം നടത്തിയിരുന്ന ഇടത്ത് ഫ്രീയായി താറാവിനെ കൊടുത്താൽ പോലും ജനങ്ങൾക്ക് വേണ്ടാതായെന്ന് കർഷകർ പറഞ്ഞു. ഇതോടെ 10,000-കണക്കിന് താറാവിൻ മുട്ടകളാണ് ആർക്കും വേണ്ടാതെ കെട്ടിക്കിടക്കുന്നത്. താറാവിൻ കച്ചവടവും മുട്ടക്കച്ചവടവും 6 മാസത്തേക്ക് സർക്കാർ നിരോധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കർഷകർ പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. രോഗബാധയില്ലാത്ത താറാവുകളെ പാടശേഖരത്തിന്റെ ബണ്ടുകളിൽ പോലും ഇടാൻ നാട്ടുകാർ സമ്മതിക്കാത്ത സാഹചര്യത്തിൽ ഇവയെ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയുകയാണ് താറാവ് കർഷകർ. എന്തായാലും പക്ഷിപ്പനിയും താറാവ് വധവും ഉത്സവമാക്കി മാറ്റിയ അധികൃതരുടെ നടപടിയിൽ ഇല്ലാതായത് കുട്ടനാട്ടിലെ പ്രധാന ചെറുകിട വ്യവസായമാണ്. സനുകെ സജീവ്, KCV ന്യൂസ്. കൈനഗിരി ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 256-നെതിരെ 351 വോട്ട് നേടിയാണ് ആഗ്നസ് ഗ്രിഗറി വിജയിച്ചത്. വാർഡ് മെമ്പർ റേച്ചൽ ആന്റണിയുടെ നിര്യാണത്തെ തുടർന്നാണ് 600-പാടം വാർഡിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. ആകെ 606 വോട്ടിൽ 96 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് ആഗ്നസ് വിജയിച്ചത്. കഴിഞ്ഞ തവണ UDFന്റെ ഭൂരിപക്ഷം 72 വോട്ടായിരുന്നു. പ്രകൃതിക്ഷോഭത്തെ തുടർന്നുണ്ടാകുന്ന നഷ്ടപരിഹാര തുക കേന്ദ്ര സർക്കാർ വീണ്ടും വെട്ടിക്കുറച്ചു. നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കുന്ന ഫോമിന്റെ വില പോലും ലഭിക്കാത്ത വിധമുള്ള കുറവാണ് വരുത്തിയിരിക്കുന്നത്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്കും വിളകൾക്കും ആനുപാതികമായ വില ലഭിക്കുന്നില്ല. ഇടനിലക്കാരുടെ ഇടപെടലുകൾ നിമിത്തം അവർ ലാഭം കൊണ്ടുപോവുകയും ചെയ്യുന്നു. കൃഷിക്കാരന് മുടക്കുമുതൽ പോലും കിട്ടാത്ത ദുരവസ്ഥയാണ് നിലവിലുള്ളത്. സർക്കാർ ഇടപെട്ട് കർഷകരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഇല്ലാതാക്കുന്നില്ല എന്നത് മാത്രമല്ല, കർഷകദ്രോഹ നയങ്ങളാണ് സർക്കാർ നടപ്പിൽ വരുത്തുന്നത്. പ്രകൃതിക്ഷോഭത്തിലെ നഷ്ടപരിഹാര തുക വെട്ടിക്കുറച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇക്കുറി കർഷക ദ്രോഹ നയം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ നശിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാര തുക ആ കാലയളവിൽ സാധാരണ ലഭിക്കാറില്ല. എന്നെങ്കിലും കിട്ടുമ്പോൾ സംതൃപ്തിയോടെ കർഷകർ അത് വാങ്ങുകയും ചെയ്തിരുന്നു. കുലച്ച വാഴയ്ക്ക് പഴയ നിരക്കിൽ ലഭിച്ചിരുന്ന നഷ്ടപരിഹാര തുക 100 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോഴത് 3 രൂപ 60 പൈസയായി കുറച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രശ്നത്തിന് ഗൌരവം വെളിപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പ്രകൃതി ദുരന്ത നിവാരണ വിഭാഗം 2013 നവംബർ 28-ന് ഇറക്കിയ ഉത്തരവിലാണ് തുക വെട്ടിക്കുറച്ചതായി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഉത്തരവിറങ്ങി തീർത്തും 1 വർഷം പിന്നിടുമ്പോഴും കേരള സർക്കാർ ഇതറിഞ്ഞ മട്ടില്ല. പച്ചക്കറി, കന്നുകാലി കൃഷി എന്നിവയുടെ നഷ്ടപരിഹാരത്തിലും ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട അധിക തുക നൽകാറുണ്ടായിരുന്നു. എന്നാൽ ഇനി അതും ഉണ്ടാവില്ലെന്നാണ് കൃഷി റവന്യൂ വകുപ്പുകൾ നൽകുന്ന സൂചന. കേരളത്തിൽ പ്രകൃതിക്ഷോഭമുണ്ടായാൽ കേന്ദ്ര സംഘം എത്തുന്നത് അടുത്ത കൃഷിക്കാലത്തായിരിക്കും. ആ പഠന റിപ്പോർട്ട് പ്രകാരമാണ് നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത്. നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കേണ്ടതിനു പകരം കുത്തനെ വെട്ടിക്കുറച്ച് കർഷകരെ നിലംപരിശാക്കുന്ന നടപടിക്കെതിരെ സംസ്ഥാന സർക്കാർ നിസ്സംഗത പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം മാത്രമാണ് അവശേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCV. ബാങ്കുകളെ തകർക്കുന്ന വായ്പാ നയം പുനഃപരിശോധിക്കുക, തടഞ്ഞുവെച്ച മെഡിക്കൽ ബില്ലുകൾ അനുവദിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ച് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് മുമ്പിൽ വായ്മൂടി ധർണ നടത്തി. സാധാരണക്കാരന് പ്രാപ്തമാക്കുക. ഡെപ്യൂട്ടി GM തസ്തിക സീനിയർ സ്ഥാനത്തിൽ നികത്തുക. തടഞ്ഞുവെച്ച മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ബില്ലുകൾ നൽകുക. കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ജില്ലാ പ്രസിഡന്റ് M. മുരളീധരൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. 1969 ജൂലൈ 19 ബാങ്ക് നാഷണലൈസേഷൻ നടത്തി. അതുവരെ കുത്തക മുതലാളിമാരുടെ കസ്റ്റഡിയിലായിരുന്ന ബാങ്ക് സാധാരണക്കാർക്ക് പ്രവേശിക്കുവാനുള്ള അവസരം കിട്ടി. സാധാരണക്കാരന് പണയം വെക്കുവാനും ലോണെടുക്കുവാനും അവരുടെ ചെറിയ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കുവാനും ആവശ്യത്തിന് എടുക്കുവാനുമൊക്കെ ബാങ്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് 1 ലക്ഷത്തിലധികം ബാങ്കുകളുള്ളത്. ഗ്രാമാന്തരങ്ങളിൽ ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളുടെ പ്രവർത്തനം സാധാരണക്കാർക്ക് ഗുണം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ബാങ്കുകൾ അതിൻ്റെ ആ യഥാർത്ഥ ധർമ്മം നിർവഹിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സാധിക്കുന്നില്ല? ബാങ്ക് മാനേജ്മെന്റ് വളരെ ധിക്കാരപരമായും ദാർഢ്യമായിട്ടും പെരുമാറുകയാണ്. ജീവനക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ബാങ്ക് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജില്ലാ ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ മെഡിക്കൽ ബില്ലുകൾ പാസാക്കുന്നില്ല. എത്രയും മനുഷ്യത്വരഹിതമായ നടപടിയാണ്. ഫെഡറേഷൻ സെക്രട്ടറി VB പത്മകുമാർ, KN ചന്ദ്രബാബു, TM പ്രമോദ്, MS അജിത്, പ്രസാദ് എന്നിവർ സംസാരിച്ചു.
യോഗ്യതയുള്ള പ്യൂൺമാർക്ക് പ്രമോഷൻ നൽകുക, ഡെപ്യൂട്ടി ജനറൽ മാനേജർ തസ്തികകളിൽ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ സ്ഥാനക്കയറ്റം നൽകുക, അടിസ്ഥാന മന്ദിരപ്പണി പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് പ്രതിഷേധം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ച് സമരം ചെയ്തു. ബുധനാഴ്ച രാവിലെ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ 1,00,000-ലധികം വ്യാപാരികൾ പങ്കെടുത്തു. തിരുവനന്തപുരം നഗരത്തിലെയും പത്തനംതിട്ട ജില്ലയിലെ ഹോട്ടലുകളെയും സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. വാടക നിയന്ത്രണ ബിൽ ഭേദഗതി വരുത്തി പാസാക്കുക, ഓൺലൈൻ വ്യാപാരത്തിന് നികുതി ഏർപ്പെടുത്തുക, കടപ്പരിശോധന അവസാനിപ്പിക്കുക, വിറ്റുവരവ് നികുതി പിരിവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചായിരുന്നു സമരം. ചരമവാർത്തകൾ. മങ്കൊമ്പ് തെക്കേക്കര കാറുകയിൽ രതീഷ് ഭവനിൽ പങ്കജാക്ഷൻ പിള്ള നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3 വീട്ടുവളപ്പിൽ. പുളിങ്കുന്ന് കായൽപ്പുറം കരിക്കേടത്ത് സ്കറിയ ജോസഫ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 2:30 കായൽപ്പുറം സെന്റ് ജോസ് ദേവാലയ സെമിത്തേരിയിൽ. തെക്കേക്കര കണിയാന്തറം മറിയാമ്മ ദേവസ്യ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 10:30 തെക്കേക്കര സെന്റ് ജോൺസ് ദേവാലയ സെമിത്തേരിയിൽ. കൈനഗിരി കയലിപ്പറമ്പിൽ KV ജോസഫ് നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച 11 കൈനഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയ സെമിത്തേരിയിൽ. വേഴപ്ര വാലുപറമ്പിൽ ലിസമ്മ നിര്യാതയായി. 47 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 2 വേഴപ്ര സെന്റ് പോൾസ് ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ലോൺ എടുത്തു പഠിച്ചു, കിടപ്പാടം ബാങ്ക് എടുത്തു. മക്കൾക്ക് വിദ്യാഭ്യാസം നൽകിയതിന്റെ പേരിൽ രക്ഷിതാക്കൾക്ക് കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുതെന്ന് INPA സംസ്ഥാന പ്രസിഡന്റ് S. മിനി. സവിശേഷ കഴിവുകളുള്ളവർക്കായി പരിമിതിയെ അതിജീവിച്ചവർ ഒത്തുകൂടി സാമൂഹ്യനീതി വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചക്കുളത്തുകാവ് പൊങ്കാല ഈ മാസം 5-ന്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.